നമസ്കാരം, ദിലീഷ് ദേവസി. ഇന്ന് ഞാനുള്ളത് താമരശ്ശേരി ഈങ്ങാപ്പുഴ അടിവാരം റൂട്ടിലാണ്. ഏകദേശം ഈങ്ങാപ്പുഴ എത്തുന്ന ആ ഒരു സമയമായപ്പോൾ ഞാൻ റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ച, ഒരു അമ്മയും മകനും മലബാർ ബിരിയാണി എന്ന ഒരു ബാനർ വെച്ചിട്ട് ഒരു ബിരിയാണി കച്ചവടം നടത്തുക. ഉപജീവന മാർഗമായിരിക്കാം. കൗസലേച്ചി ആണ് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ചേച്ചീനെ നമുക്ക് പരിചയപ്പെടാം. ഇത് കൗസലേച്ചി, മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പേര് പറഞ്ഞേ? അശ്വിൻ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അശ്വിന് ഇന്ന് സ്കൂളില്ല അല്ലേ? ചേച്ചി എത്ര ദിവസമായി ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്? 4 ദിവസമായിട്ട്. പിന്നെ ബിരിയാണി കച്ചവടം നന്നായി പോകുന്നുണ്ടോ? അങ്ങനെ ഈ മലബാർ ബിരിയാണി എന്നുള്ള പേരിടാൻ എന്താ? മലബാർ ബിരിയാണി ഹോം മെയ്ഡ് ബിരിയാണി അങ്ങനെ പേരിടാൻ എന്താ കാരണം? ഒരു ജസ്റ്റ് ഒരു പേരിട്ടുന്നുള്ളൂ. വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്നുണ്ടാകും. രാവിലെ എത്ര മണിക്ക് ഏകദേശം ഈ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എത്ര സമയം എടുക്കാറുണ്ട്? രാവിലെ 5 മണി തൊട്ട് 10 മണി വരെ സമയം എടുക്കും. അതിനുശേഷം കച്ചവടം എത്ര മണിക്ക് തുടങ്ങും? 11 മണിക്ക് തുടങ്ങും അല്ലേ കച്ചവടം? അപ്പൊ രാവിലെ 11 മണി മുതൽ ഏകദേശം ഏത് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കച്ചവടം തീരും? ഏകദേശം എത്ര ബിരിയാണി നിങ്ങൾ സെയിൽ ചെയ്യാറുണ്ട്? 3 മണിയൊക്കെ ആവും. 3 മണിയൊക്കെ ആവും. അപ്പത്തേക്ക് തീരും? ഉറപ്പാണ് തീരും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ബിരിയാണി? അപ്പൊ അതിന് സ്പെഷ്യൽ പരിപാടികൾ വല്ലതും ഉണ്ടോ? ഇല്ല, സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. ചേച്ചി ആദ്യം ബിരിയാണി വെക്കുമായിരുന്നു അല്ലേ? വെക്കുമായിരുന്നു, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ബിരിയാണി കസ്റ്റമർ വരുന്നുണ്ട് ബിരിയാണികളൊക്കെ വാങ്ങാൻ വേണ്ടി. വാങ്ങിച്ചോ 7 എണ്ണം കേട്ടോ. എവിടെ ഞങ്ങളൊക്കെ? കോഴിക്കോട്. ഏത് നല്ലായി. അപ്പൊ ഇന്ന് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കച്ചവടങ്ങൾ ഏകദേശം തീരാനായി. ചേച്ചിനെ കണ്ടപ്പോൾ ഞാനും ഇതേപോലെ തന്നെ ഒന്ന് നിർത്തി. ഒരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു അമ്മയും മോനും വഴിയരിയിൽ ഇങ്ങനെ ഒരു ബിരിയാണി വെക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വാങ്ങുമ്പോഴാണല്ലോ അവർക്കൊരു സെയിലായി പോകും. 5 ഉണ്ട്. 5 എണ്ണം ഉണ്ട്. 80 രൂപ അല്ലേ? 400 രൂപ. 400. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളെ കണ്ടു. ഏതായാലും ചേച്ചിക്കൊരു ലാസ്റ്റ് കച്ചവടം നടന്നല്ലോ. എത്ര ബിരിയാണി പീസ് ഉണ്ടാക്കാറുണ്ട് സാധാരണ? എത്ര പീസ് ഉണ്ടാക്കും ബിരിയാണി? എത്ര എണ്ണം കൊണ്ടുവരും? 20 എണ്ണം കൊണ്ടുവരും. 20 എണ്ണം കൊണ്ടുവന്ന് അതിനകത്ത് പകുതി മുക്കാലും വിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 എണ്ണം മാത്രം ബാലൻസ് ഉള്ള സമയത്താണ് നമ്മൾ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ കോഴിക്കോട് നിന്ന് വരുന്നു, അവർ വയനാട്ടിലേക്ക് പോകുന്നു. ഈ 5 ബിരിയാണി, അവർക്ക് 7 ബിരിയാണി വാങ്ങണമായിരുന്നു, പക്ഷേ 5 ബിരിയാണിയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ബിരിയാണി അവർ വാങ്ങിക്കൊണ്ടുപോകാനുണ്ടായ ഒരു സന്മനസ് ചേച്ചിക്ക് ഈ ഒരു കച്ചവടം പെട്ടെന്ന് തീർക്കാനും പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോകാനും കഴിഞ്ഞല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യണമെന്ന്? വീട്ടില് കഷ്ടപ്പാടുണ്ട്. ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നോ? തേപ്പിന്റെ പണി. ഇപ്പൊ പുള്ളിക്കാരന് സുഖമില്ല അല്ലെ? സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചേച്ചി സഹായത്തിന് ഇറങ്ങി. എത്ര പേരുണ്ട് മക്കള്? 2 ആള്. ഇത് ഇളയാള്. മൂത്തത് പഠിക്കുകയാണോ? +1 ആണ് പഠിക്കുക. എവിടെ ഇവര് രണ്ടുപേരും പഠിക്കുന്നത്? കോരങ്ങാട്. ചേച്ചിയുടെ സ്വദേശം, കൗസലേച്ചിന്റെ സ്വദേശം എവിടെയാ? സ്വന്തം നാട് തമിഴ്നാട്. എല്ലാരും അവിടെ തന്നെയായിരുന്നു? ചേട്ടനും അവിടെ തന്നെയായിരുന്നു? ഇല്ല, ഇവിടെ തന്നെ. ചേട്ടൻ ഇവിടെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ലവ് മാരേജ് അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടോ? അപ്പൊ ഇപ്പം ഏകദേശം മോന് എത്ര വയസ്സായിട്ടുണ്ടാവും? മോന് 13. അപ്പൊ ഈ ഇവിടെ തന്നെ ഈങ്ങാമ്പുഴ തന്നെയാണ് താമസിക്കുന്നത് അല്ലെ? അപ്പൊ വേറെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാല് വീട്ടിൽ കുറച്ച് പ്രാരാബ്ദങ്ങളും കടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നികത്താൻ വേണ്ടിട്ട് ഹസ്ബൻഡിനെ സഹായിക്കുന്നു. നല്ലൊരു മാർഗമാണ്. അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ രാവിലെ? അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അമ്മ ഇങ്ങനെ ജോലിക്കൊക്കെ വരുന്ന മോന് ഇഷ്ടമാണ്? അമ്മേനെ സപ്പോർട്ട് ചെയ്യും അല്ലേ? സപ്പോർട്ട് ചെയ്യും. അപ്പൊ സ്കൂളിലുള്ള ദിവസങ്ങൾ വരില്ല, ആ സമയങ്ങളിൽ എന്ത് ചെയ്യും? സ്കൂളിൽ ഒറ്റയ്ക്ക് വരും. അപ്പൊ അങ്ങനെ ഈ തെരുവിൽ ഇങ്ങനെ ആൾക്കാർ വരുന്ന സമയത്തൊക്കെ പേടി തോന്നൂലേ ഇതിങ്ങനെ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ? ആദ്യമായിട്ടാകുമ്പോ പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ആൾക്കാർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ അടുത്തുള്ള സ്ഥാപനങ്ങളൊക്കെ വന്ന് വാങ്ങും, സാധനങ്ങൾ ഇവിടെയൊക്കെ വന്ന് വാങ്ങും അല്ലേ? അപ്പൊ ഏതായാലും 20 എണ്ണാണ് വെക്കാറ്. അപ്പൊ അതിനുള്ള സാധനങ്ങൾ മേടിക്കും. നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു കുറഞ്ഞ മണിക്കൂർ കൊണ്ട് കച്ചവടം നിർത്തി പോകാനും പറ്റും. ഇപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മക്കളുടെ പഠനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ? ഏത് ഭാഗത്ത്? ഈങ്ങാപ്പുഴ ഏത് ഭാഗത്താ നിങ്ങൾ താമസിക്കുന്നത് ശരിക്കും? വെള്ളേക്കുംചാല്. നമ്മളെ അടുത്ത സ്റ്റോപ്പ് 22 കഴിഞ്ഞിട്ട് നമ്മള് കട്ടിപ്പാറയ്ക്ക് പോകുന്ന റൂട്ടിലാ?
കട്ടിപ്പാറ റൂട്ടല്ല, ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡാണ്. അപ്പൊ ഇവിടെ അടുത്തായതുകൊണ്ട് സൗകര്യമാണ്, മാത്രമല്ല തണലുമാണ്. ഇവിടെ ആകുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യും, ഇത് കച്ചവടം നടക്കുകയും ചെയ്യും. അപ്പൊ നാളെ മുതൽ നമ്മുടെ പ്രേക്ഷകർ ഈ വാർത്ത കാണുമ്പോൾ കൗസല്യേച്ചിനെ കാണാൻ മറക്കരുത്. കാരണം ഈങ്ങാപ്പുഴ അടിവാരം റൂട്ടില് പിന്നെ കൗസല്യേച്ചിയുടെ ഈ ഒരു ചെറിയൊരു കച്ചവടം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കോപ്പറേറ്റ് ചെയ്യാൻ നിങ്ങളെല്ലാവരും നല്ല ഒരു ബിരിയാണി, നല്ല കൈപ്പുണ്യമുള്ള വീട്ടിലുണ്ടാക്കുന്ന ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ കൗസല്യേച്ചിനെ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. വാങ്ങാനാ തീർന്നു തോന്നുന്നു, തീർന്നല്ലോ കച്ചവടം ഞങ്ങൾ തീർത്ത്. എന്താക്കും ഇപ്പൊ അല്ലേ? തീർന്നില്ലേ? നാളെ ഉണ്ടാവും, നാളെ മേടിക്കാം. ഇപ്പൊ നേരത്തെ കോഴിക്കോട് നിന്ന് ഒരു പാർട്ടി വന്നിട്ട് കുറെ എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ കാണുമ്പോൾ വാങ്ങട്ടെ. കൗസല്യേച്ചിക്ക് ഇനി 20 എന്നുള്ളത് 30, 50 ബിരിയാണികൾ വിറ്റൊഴിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ. കൗസല്യേച്ചി ഇവിടെ ഒരു 11 മണി മുതൽ 3:30 മണി വരെ ഉണ്ടാവും. നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ കൗസല്യേച്ചിൻ്റെ അടുത്ത് നിന്ന് വന്ന് വാങ്ങാം. ഇത് ഒരു സഹായമാകാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കച്ചവടമായിട്ട് നിങ്ങൾ കാണാതെ ഇത് ചേച്ചിക്കുള്ള ഒരു സഹായമാണ്. കാരണം വീട്ടിലൊരുപാട് ബാധ്യതകൾ, പ്രാരാബ്ദങ്ങൾ, കടങ്ങൾ, ഇതെല്ലാം മക്കളെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തിൽ തേപ്പിന് പോകുന്ന ഭർത്താവ്, പേരെന്തായാലും ഭർത്താവിനെ ഷാജി ചേട്ടനെ സഹായിക്കാൻ വേണ്ടി ചേച്ചി വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംരംഭം നമ്മുടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് വളരെ ഭംഗിയുള്ള ഭക്ഷണം, വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കുമ്പോൾ അത് ചേച്ചിയെ വാങ്ങിച്ച് സഹായിക്കണം. എന്നാൽ ഇവിടെ ബാധ്യതകളെല്ലാം തീരുന്നല്ല, കുറച്ചൊക്കെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ ചേച്ചിക്ക് ഒരു സഹായമാകും. അപ്പം പോവാണ്, കച്ചവടം തകർക്കട്ടെ. ഓട്ടറാ കൈകൂടെ. ശരി, താങ്ക് യു.